അല്ല സുഹൃത്തുക്കൾ, ഇന്ന് പറയാൻ പോകുന്നത് മക്കൾ തിലകം എം ജി ആറിനെ കുറിച്ച്. എം ജി ആറിൻ്റെ പടം എന്ന് പറഞ്ഞാൽ ഒരു കാലത്ത് മലയാളത്തിൽ, ഈ കേരളത്തിൽ, പിന്നെ തമിഴ്നാടിനൊപ്പം തന്നെ റിലീസ് പിന്നെ കേരളത്തിലുണ്ടാവും. പിന്നെ മാത്രമല്ല അന്നത്തെ കാലത്ത് ഒരു ബുധൻ വ്യാഴം എം ജി ആർ പടം ഉണ്ടാവും. കാരണം ഇവിടുത്തെ നടന്മാരെ പടങ്ങൾ ചിലപ്പം ബുധനാഴ്ച ഈ പുതിയ പുതിയ നടന്മാർ, അന്നത്തെ കാലത്തുള്ള കുറേ നടന്മാരുണ്ടല്ലോ, നസീർ സാറിൻ്റെ പടം മാത്രമേ പിന്നെ അന്നത്തെ കാലത്ത് കുറേ 50 ദിവസം മിനിമം 25 ദിവസം, പിന്നെ 50 ദിവസം, 75 ദിവസം, 100 ദിവസം കളിച്ചിട്ട് ഫുള്ളായിട്ട് പിന്നെ വെള്ളിയാഴ്ച വരെ കളിച്ചിട്ട് ചേഞ്ച് ആകില്ലല്ലോ. മറ്റുള്ള നടന്മാർതെല്ലാം ചിലപ്പോൾ ഒരാഴ്ച കൂടി രണ്ടാമത്തെ ആഴ്ച ചൊവ്വാഴ്ച ചേഞ്ച് ആവും. ബുധനും വ്യാഴം വേറെ നടന്മാർ പടം ഇടും, അല്ലെങ്കിൽ നസീർ സാറിൻ്റെ പഴയ പടം ഇടും. അങ്ങനെയാണ് ഇവരുടെ പടം ചേഞ്ച് ആയാലും. ഒന്നുകിൽ നസീർ സാറിൻ്റെ പഴയ പടം, സി ഐ ഡി നസീർ, ടാക്സിക്കാർ, അങ്ങനത്തെ എല്ലാം പടങ്ങളിലും വരും. സംഭവം, യുഗേ യുഗേ, മന്ത്രകോടി, അതുപോലെ എം ജി ആർ പടം വരും. അന്നേരം എം ജി ആർ പടങ്ങളെല്ലാം അക്കാലത്ത് ഞാൻ കണ്ടിട്ടുണ്ട്, ഒരുവിധം പടങ്ങളെല്ലാം. പിന്നെ പുതിയ റിലീസ് പടം കണ്ടത് റിക്ഷാക്കാർ, നാളെ നമതേ, പിന്നെ രഹസ്യ പോലീസ്, നിനത്തേത് മുടിപ്പവൻ, ഇതെല്ലാം ഇതേ കനി, ഇതെല്ലാം പുതിയ എന്ന സമയത്ത് കണ്ടതാണ്. പിന്നെ പഴയ പടം കണ്ടത് ബുധനാഴ്ച വ്യാഴാഴ്ച വരുന്ന പടമാണ്, ഹൗസ്ഫുള്ളായിരിക്കും. ഈ 2 ദിവസം നമ്മുടെ നാട്ടിലെ തമിഴന്മാരെല്ലാം കാണും ആ പടം. പിന്നെ നമ്മളെ മലയാളികളും കാണും. പകുതി മലയാളികളും പകുതി തമിഴന്മാരും തിയേറ്ററിലുണ്ട്. അങ്ങനെ എം ജി ആർ പഴയ പടങ്ങൾ വരുന്നത് കണ്ടതാണ്. നീരും നെരുപ്പം, ഊര് കുഴിപ്പവൻ, പിന്നെ ഇன்று പോൽ ഇன்றுം വാഴുക, മീനവ നമ്പൻ, പിന്നെ ഇത് 1000-ലൊരുവൻ, നാടോടി മന്നൻ. അങ്ങനെ എം ജി ആർ ഒരുവിധം പടങ്ങളെല്ലാം അന്ന് എല്ലാം ഹിറ്റ് പടങ്ങളാണ്. നീരും നെരുപ്പേലും അന്നത്തെ കാലത്ത് അടിപൊളി പടമാണ്. ഡബിൾ റോൾ, അധികം ഡബിൾ റോളുണ്ട്. നിനത്തേത് മുടിപ്പവൻ ഡബിള്, നീരും നെരുപ്പും ഡബിള്, നാളെ നമതേ ഡബിള്. എം ജി ആർ കൂടുതൽ നസീർ സാറിനെ പോലെ ഡബിൾ റോളിൽ അഭിനയിക്കുന്ന നടൻ. നസീർ സാർ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ ഡബിൾ റോളിൽ അഭിനയിച്ച നടൻ എം ജി ആർ ആയിരിക്കും. പിന്നെ എം ജി ആർ ഇത് ഉലകം ചുറ്റും വാലിബൻ, ഇതെല്ലാം അന്നത്തെ കാലത്ത് സൂപ്പർ ഡൂപ്പർ ഹിറ്റാണ്. മലയാളികൾ ഇന്നത്തെ പോലത്തെ രജനീകാന്തിനെയും വിജയിനേക്കാളും കൂടുതൽ അന്നത്തെ കാലത്ത് എം ജി ആർ സ്നേഹിച്ചിരുന്നു. ഇന്നിപ്പം വിജയ്ക്കും രജനീകാന്തിൻ്റെ എല്ലാം പടത്തിനേക്കാളും തിരക്കുണ്ടായിരുന്നു എം ജി ആർ പടത്തിന് അന്നത്തെ കാലത്ത്. ഞാൻ അതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്തു. ഓക്കെ.